വളരെ ഭാരത്തിലാണ് നാട്ടിലോട്ട് വന്നത്. എന്നാൽ കർത്താവ് ഒരു അത്ഭുതം തനിക്ക് വേണ്ടി ചെയ്തു. റിസൾട്ടുകളെല്ലാം അനുകൂലമാക്കി. വേഗത്തിലൊരു വാക്ക് പറഞ്ഞു സിസ്റ്റർ. ഞാൻ കാനഡയിലായിരുന്നു. ഞാൻ കയറാൻ പറ്റുന്ന സമയത്തൊക്കെ സൂമിൽ കയറുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ എൻ്റെ കാലിലൊരു സ്കിൻ ടാഗ് വന്നിട്ട് അത് വളർന്നു, ഈ വലത്തെ കാലിൽ. അത് സംബന്ധമായിട്ട് അവിടെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് നാട്ടിൽ പോയി ഇത് ചെയ്യുന്നതാണ് നല്ലത്. അവിടെ ആകുമ്പോൾ ഒരുപാട് പൈസയൊക്കെ ആകും. നാട്ടിൽ പോയി ഇത് ചെയ്തിട്ട് അവർ ഡയറക്റ്റ് എന്നോട് പറഞ്ഞത് അത് ക്യാൻസറിൻ്റെ ടെസ്റ്റ് ചെയ്യണമെന്നാണ്. പെട്ടെന്ന് കേട്ടപ്പം നമുക്കതൊരു വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല. എനിക്ക് ഒക്ടോബർ 8-ാം തീയതിക്ക് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. ഞാൻ അങ്ങോട്ട് 4 പ്ലെയിൻ കയറി പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ജൂൺ 5-ാം തീയതിയിൽ ഒരു കൊച്ച് തിരുവനന്തപുരത്തേക്കുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്നെ കയറ്റി വിട്ടു. ഞാൻ ഈ സിന്ധു പ്രദീപൻ്റെ മോളാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ആൻറ്റി ചർച്ചിൽ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വന്നതല്ലേ ഉള്ളൂ മോളെ, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞായറാഴ്ച ഞാനിവിടെ വന്നു. ശനിയാഴ്ച ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാനിവിടെ വന്നത്. ആരാധന മധ്യേ ബ്രദർ എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു, ഇന്നലെ ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാലിലെ വിഷയമായിട്ടല്ലേ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആണോ? അപ്പോൾ ഞാൻ മൈക്ക് മേടിച്ചിട്ട് പറഞ്ഞു, കാനഡയിലായിരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഒരു പ്രശ്നവും ഇല്ല, ഇതൊരു സാക്ഷ്യമായി മാറുമെന്ന് എന്നോട് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഞാൻ പോകുന്നതിനായിട്ട് വീണ്ടും ശ്രമിക്കുന്നു. പാസ്പോർട്ടൊക്കെ എടുത്തു. കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് ആരാധനയ്ക്ക് വരാൻ പറ്റിയില്ല. കിംസിൽ വെച്ച് എനിക്ക് മെഡിക്കൽ ഉണ്ടായിരുന്നു. അവിടെയും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാ റിസൾട്ടും വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 3 ദിവസത്തിനകം വിളിക്കും, 7 ദിവസത്തിനകം ഈ റിസൾട്ട് ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ തരില്ല, ഇതങ്ങ് ഡയറക്റ്റ് കാനഡയ്ക്ക് പോവുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 ദിവസവും ഇങ്ങനെ വിഷമത്തിലായിരുന്നെങ്കിലും ഒന്നുമില്ല എന്ന് മനസ്സ് പറയുന്നതിൽ നമുക്കൊരു വിഷമമല്ലേ. എനിക്ക് ആരോടും വിളിച്ചും പറയാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. 3 ദിവസം കഴിഞ്ഞു, ആരും വിളിച്ചൊന്നുമില്ല. അവിടത്തേക്ക് പോകാനെല്ലാം റെഡിയാകുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ പോകുന്നു. ഞാൻ പോകുന്ന സമയത്ത് 2 വർഷത്തിന് മുമ്പ് ബ്രദർ ദൂത് പറഞ്ഞതുപോലെ എല്ലാം പെട്ടെന്നെല്ലാം നടന്നു. പക്ഷേ അന്നും എനിക്ക് വന്ന് ദൂത് പറയാൻ ഒത്തില്ല. സൂം ഒരു അനുഗ്രഹമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ 2 വർഷക്കാലം ആ മഞ്ഞുള്ള ദേശത്ത് തമ്പുരാൻ്റെ മേലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞു. ഈ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മൾ സൂമിൽ പറയുമ്പം എല്ലാ സഹോദരങ്ങളും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതെനിക്കൊരു അനുഗ്രഹമാകാറുണ്ട്. സൂം ഒരിക്കലും നിൽക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും അങ്ങോട്ട് പോയാൽ ഈ സൂം മുറ്റിങ്ങേ ഉള്ളൂ. ആരാധനയ്ക്ക് ഓടി വന്നതിൻ്റെ കാര്യം, ഉറക്കം നമ്മൾ ആറ്റി താമസിക്കുകയാണ്. ഉറക്കം വന്ന് നമുക്ക് ദൈവമേ എന്ന് വിളിക്കാനൊക്കത്തില്ല, പാടാനൊക്കത്തില്ല, ഒന്നും ഒക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. തുടർന്നും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ബയോസി റിസൾട്ട് വന്നപ്പോഴൊന്നും അതിനകത്ത് ഒരു പ്രശ്നമില്ല. ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് ഭാരത്തോടാണ് ഈ സൗകര്യം വന്നത്. എന്നാൽ ഇവിടുത്തെ ചെക്കപ്പിൽ, ഇവിടുത്തെ റിസൾട്ടിലെല്ലാം അനുകൂലമായതിനായിട്ട് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് എനിക്ക് വേണ്ടിയും ഒരു അത്ഭുതം? ഞാൻ ഈ സാക്ഷ്യം പറയിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, 12 വർഷക്കാരി രക്തസാവസ്ത്രീയുടെ സാക്ഷ്യമാണ് യായിറോസിനെ ബലപ്പെടുത്തിയത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇതിനകത്ത് വന്ന പലവരും പലവിധ വിഷമത്തിലായിരിക്കാം വന്നത്. ഈ ഒറ്റ സാക്ഷ്യം മതി നിൻ്റെ ജീവിതം ബലപ്പെടാൻ. ഈ ഒറ്റ സാക്ഷ്യം മതി നിൻ്റെ ജീവിതം ബലപ്പെടാൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ടൊന്ന് പറഞ്ഞാട്ടെ, ആ സഹോദരിയിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ തന്നെ നിനക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഡോക്ടർമാരുടെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഈ ദിവസങ്ങളിൽ നിൻ്റെ ബാധ്യതകൾ നിൽക്കുന്നവരുടെ മുമ്പിൽ മുഴുവൻ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ എത്ര പേരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ് ഞാനൊരു സൂപ്പർ നാച്ചുറൽ പ്രതീക്ഷിക്കുന്നു. സാധാരണ വിഷയങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന നീ ഇതിനകത്ത് വരുമ്പോൾ ഒരു അമാനുഷിക ശക്തി നിന്നെ തൊടുന്നതിനെയാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്.